കേരളത്തിലെ ഇടതന്മാർക്ക് ഇത് കാലം കാത്തുവച്ച നീതി തന്നെയാണ്. തദ്ദേശത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. സമ്പൂർണ്ണമായ തിരിച്ചടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാനും പോവുകയാണ്. മാർക്സിസ്റ്റ് എന്നുച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലഭിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ്. CPM അങ്ങനെ കേരളത്തിൽ നേടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടി എന്ന് വേണമെങ്കിലും പറയാം. ശക്തി കേന്ദ്രങ്ങളടക്കം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി. കോർപ്പറേഷനുകളിൽ എല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ് CPM നേടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ലീഡ് ചെയ്യുന്നത് എങ്ങനെ CPMകാർക്ക് ന്യായീകരിക്കാനാകും? അതാണ് നീതി, അതാണ് വിധി. സത്യത്തിന് എക്കാലത്തും ജയമുണ്ടാകുമെന്ന് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനിലെ ഞെട്ടിക്കുന്ന തിരിച്ചടി ഇതാ വ്യക്തമാക്കുകയാണ്. 6 കോർപ്പറേഷനുകളിൽ 4ലും കോൺഗ്രസാണ് ലീഡ് ചെയ്യുന്നത്. ഒരിടത്ത് മാത്രമാണ് CPM മുന്നിലുള്ളത്. വർഷങ്ങളെ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് പിന്നിൽ കിതയ്ക്കുകയാണ് CPM. മറ്റു കോർപ്പറേഷനുകളിൽ BJP പ്രതിപക്ഷ പദവിയിലേക്ക് എത്താൻ പോവുകയാണ്. മുനിസിപ്പാലിറ്റികളിലും സമാനമായ സ്ഥിതിയാണ്. 51 മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസ് മുന്നേറുമ്പോൾ LDF 32 ഇടത്ത് മാത്രമാണ് കഷ്ടിച്ച് ലീഡ് ചെയ്യുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPMകാർ അവരുടെ കോട്ടകൾ കാക്കുന്നതാണ് പതിവ്. പഞ്ചായത്ത് ഭരണത്തിൽ അവർ മുന്നിൽ തന്നെ നിൽക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അതെല്ലാം തകിടം മറിഞ്ഞു. 371 ഗ്രാമപഞ്ചായത്തുകളിൽ ഇതുവരെ UDF മുന്നിൽ നിൽക്കുമ്പോൾ LDF 355 പഞ്ചായത്തുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. 40ഓളം പഞ്ചായത്തുകളിൽ BJPയുടെ വിജയം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ വർധനവടക്കം പ്രഖ്യാപിച്ചാണ് CPM ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. സംസ്ഥാനത്ത് ഭരണത്തുടർച്ച കിട്ടിയതുപോലെ ക്ഷേമ പെൻഷൻ ഇത്തവണ CPMനെ തുണച്ചില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള CPMന്റെ അടിവേരറുത്തു എന്ന് വ്യക്തം. ഈ തോൽവിക്ക് ന്യായീകരണം കണ്ടെത്താൻ ഇടത് നേതാക്കൾക്ക് ഏറെ വിയർക്കേണ്ടി വരും എന്നും ഉറപ്പാണ്.